നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമാണല്ലോ നമ്മൾ ചെയ്യുന്ന ആരാധനകളൊക്കെ. നമ്മുടെ ആരാധനകൾ നമ്മുടെ സാഹചര്യവും നമ്മളുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നതൊരു സത്യമാണ്, നമുക്കറിയുന്നൊരു കാര്യമാണ്. റമളാനിൽ നമ്മൾക്കുണ്ടാകുന്ന ആ ഭക്തിയും ആ തഖ്വയും ആ ആവേശവും റമളാൻ കഴിഞ്ഞാൽ അത്രയുണ്ടാവുകയില്ല എന്നതൊരു സത്യമാണ്. ഇപ്പം നമ്മുടെ വീട്ടില് നമ്മൾ പ്രതീക്ഷിക്കാത്ത വല്ല ദുരന്തവും സംഭവിച്ചാൽ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ ആ ഒരു 1.5 മാസം നമ്മൾക്കുണ്ടാകുന്ന ആരാധനയിൽ കാണുന്ന ഒരു സൂക്ഷ്മത, ഒരു ഭക്തി കുറച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അത്രയുണ്ടാവുകയില്ല എന്നത് നമ്മൾക്കറിയാം. ഇത് മനുഷ്യ സ്വാഭാവികമാണ്. അൽ ഈമാൻ യസീദ് വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയുമൊക്കെ ചെയ്യും. എന്നാൽ ഇതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട്, വിശ്വാസികളോട് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, ആരാധനകളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന, വ്യക്തിപരമായി കഴിയുന്ന കുറച്ചു അമലുകൾ സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് വ്യക്തിപരാട്ടോ, എന്റെ ഒഴിവും എന്റെ കഴിവും അനുസരിച്ച് അള്ളാഹു പുണ്യമാക്കിയ, ഇസ്ലാമികമായി പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകളായ ഏതെങ്കിലും കർമ്മങ്ങൾ എന്റെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുക എന്നത് അള്ളാഹു നമ്മളോട് ഏറ്റവും പുണ്യമാക്കി നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വകാന അഹബ്ബുദ്ദീനി ഇലൈഹി, പടച്ചോന്റെ അക്കൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദീൻ എന്ന് പറയുന്നത് മാ ദാമ അലൈഹി സ്വാഹിബുഹു, ഒരാള് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു അമൽ, അത് മരിക്കണത് വരെ, ബോധം ഉണ്ടാകുന്നത് വരെ അതിങ്ങനെ നിലനിർത്തി പോകുന്ന ഇബാദത്തുണ്ടല്ലോ, അതാണ് പടച്ചോൻ ഇഷ്ടം. ചിലപ്പോൾ എല്ലാ ആഴ്ചയിലായിരിക്കും. അത് നമ്മളൊക്കെ ഓരോരുത്തർക്ക് വ്യത്യസ്തമാണ്. ചിലപ്പോൾ ആരാധനയാകാം, ചിലപ്പം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പുണ്യകർമ്മങ്ങളാകാം, ചിലപ്പോൾ ദിക്റുകളാകാം, ചിലപ്പോൾ ഖുർആനായിട്ടുള്ള ബന്ധങ്ങളാകാം, ചിലപ്പോൾ ദീന് കേൾക്കലാകാം. നമ്മൾക്ക് കഴിയുന്ന ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ മരിക്കണത് വരെ തുടർച്ചയായി കൊണ്ടുപോവുക എന്നതിനെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. മാലിക് ബിൻ ദീനാർ റഹ്മഹുല്ലാഹ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ അവസാനം പറയട്ടോ, റഹിമല്ലാ, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകട്ടെ, മൻ ലസിമൽ ഖൗലു ത്വയ്യിബ്, ഒരാൾ നല്ല വാക്ക് സംസാരിക്കുക, വൽ അമലു സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്യുക, കഴിഞ്ഞില്ല, വൽ മുദാവമ, ആ ചെയ്യുന്ന സൽക്കർമ്മം അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോവുക. ായിട്ട് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഒരു അപകടം നടന്നാലും എന്റെ ജീവിതത്തിൽ ആ പുണ്യകർമ്മം അയാൾ പരമാവധി നഷ്ടപ്പെടാതെ നിർവഹിക്കാൻ കഴിയുന്നതാകണം. അയാൾ നിലനിർത്താൻ ശ്രമിക്കും. അത് നമ്മൾക്ക് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ അങ്ങനെ കുറച്ച് അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്ന ശ്രേഷ്ഠതകളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ എന്താ അറിയും? അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഇഷ്ടം അള്ളാഹു നേർക്ക് നേരെ അവർക്ക് നൽകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അള്ളാഹുവിന്റെയും ഹബ്ബുല്ലാഹി വ റസൂലി, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഖുത്ബക്ക് വന്ന അതിനാണ്. നമ്മൾ നോമ്പോൽക്കണം, നിസ്കരിക്കണം ഒക്കെ അതിനാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ബാങ്ക് കേട്ടാൽ ജമാഅത്തിൽ വരുന്നൊക്കെ അതിനാണ്. അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഇഷ്ടം കിട്ടി സ്വർഗത്തിലേക്ക് പോകാനാണ്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, പടച്ചോന്റെ പക്കൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ഔദവമുഹ, നിലനിർത്തിക്കൊണ്ടു പോകുന്ന പ്രവർത്തനങ്ങളാണ്. വ ഇൻ ഖല്ല, അതെത്ര കുറച്ചാണെങ്കിലും. ഉദാഹരണമായിട്ട് പറയാൻ, ഇപ്പൊ നമുക്കൊരാൾക്ക് ജീവിതത്തിൽ ഒരു ദിവസം ഒരു പേജ് ഖുർആൻ ഓതണം ഇൻഷാ അള്ളാഹ് എന്ന് തീരുമാനിച്ചാൽ അയാള് ആ ഒരു പേജ് ഖുർആൻ ഓതുക എന്നുള്ളത് ജീവിതത്തിൽ ഇങ്ങനെ നിലനിർത്തി പോകുന്നതാണ്. ഇടക്ക് 4 ജുസും, അതിനിടക്ക് ഓതാതെയും, അതിനിടക്ക് ഖത്തം തീർക്കലും, അതിനിടക്ക് 10 ജുസും, ഇങ്ങനെ വ്യത്യാസപ്പെട്ട് ഓതുന്നതിനേക്കാളും പടച്ചോനിഷ്ടം. അപ്പൊ നമുക്ക് നമ്മളുടെ കഴിവനുസരിച്ച് തീരുമാനിച്ചാൽ മതി. എനിക്കൊരു ദിവസം ഒരു പേജ്, ഇനി വേണ്ട, അതിന് കഴിയണില്ല, 10 ആയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ എന്നും ഓതും എന്ന് തീരുമാനിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കണീന്റെ മുന്ന് 10 ആയത്ത് നമ്മൾ ഫോണിലോ ഖുർആനിലോ അല്ലെങ്കിൽ ബൈഹാട്ടുള്ളതോ ഓതിക്കിടക്കാന്ന് തീരുമാനിച്ചാൽ അതാണ് പടച്ചോൻ ഏറ്റവും ഇഷ്ടം. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം എന്നും ജീവിതത്തിൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്നുള്ള സൂറത്ത് മുൽക്ക് ഓതിയിട്ടാണ് അദ്ദേഹം കിടക്കുക. അതിന് കാരണം അദ്ദേഹം കേട്ട ഹദീസാണ്, പ്രവാചകനിൽ ഉദ്ധരിച്ച ഹദീസ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന സൂറത്തും മിൻ കിതാബില്ലാ മാ ഹിയ ഇല്ലാ 30 ആയ, 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. പ്രവാചകന്റെ വാക്കാണ്. കാനത്ത് തംനഉ സ്വാഹിബുഹാ മിൻ അദാബിൽ ഖബർ. തൗഹീദുള്ള അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാൾ ഇത് പതിവാക്കിയാൽ അയാൾക്ക് അള്ളാഹു ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുക്കുന്നതാണ്, ശിക്ഷയിൽ നിന്ന് പടച്ചതമ്പൻ അയാളെ രക്ഷപ്പെടുത്തുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഹിയ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അത് സൂറത്ത് മുൽക്കാണ്. അപ്പൊ അയാളുടെ ജീവിതത്തിൽ അയാൾ നിലനിർത്തുന്ന, അയാൾക്ക് സമയം ഉണ്ടാകും, അതിനുള്ള കഴിവുണ്ടാകും, അതിനയാൾ സമയം കണ്ടെത്തിയിട്ടുണ്ടാവും. എന്നും അയാൾ മുൽക്ക് ഓതിയിട്ടാണ് കിടക്കുക. നമ്മൾക്ക് ചിലപ്പം ഒരു പേജായിരിക്കും, ചിലപ്പോൾ നമുക്ക് 10 ആയിരിക്കും. പക്ഷെ അത് നിലനിർത്തി പോകുക എന്നുള്ളതാണ്. ആവർത്തിച്ച് പറയുന്നു, ഇടക്കിടക്ക് ഖത്തം തീർക്കുക, അതിനിടക്ക് 10 ജുസ് ഓതുക, അതിനിടക്ക് 1 ഓകാതെക്കുക, അതിനിടക്ക് 15 ജുസ് ഓതുക. ഇതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടം. അതുകൊണ്ടാണ് വ ഇൻ ഖല്ല, നമ്മുടെ കാഴ്ചപ്പാടിലും ആളുകളുടെ കാഴ്ചപ്പാടിലും ഇത് കുറവാണെങ്കിലും പടച്ചോന്റെ പക്കൽ ഏറ്റവും കൂലി അതിനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും നമ്മളോട് പറയാൻ, വിശ്വാസികളെ, പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ ബീവിയോട് ചോദിച്ചപ്പം ചോദിക്കണം എന്താ അറിയോ? ഹൽ കാനത്ത് യഖുസ്സു ശൈഅൻ മിനൽ അയ്യാം, നബി ഇങ്ങനെ ഇടക്കിടക്ക് ഖുർആനോ ദിക്റുകളോ ഇബാദത്തുകളൊക്കെ ഏറിയും കുറഞ്ഞിട്ട് അങ്ങനെയാണ് നബി ചെയ്തത്? നമ്മുടെ ഉമ്മ പറയല്ല, അല്ല, കാന അമലുഹു ദീമതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർച്ചയായി പ്രവർത്തനങ്ങൾ, നബിനെ കൊണ്ട് കഴിഞ്ഞവ് നബി എന്ത് ചെയ്യും? തുടർച്ചയായിട്ട് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ ഒരു ദിവസത്താണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മൾ തീരുമാനിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ തീരുമാനിക്കുക, ഓരോരുത്തർക്ക് വ്യത്യസ്താട്ടോ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? ഒരാൾ തീരുമാനിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസം 2 റക്അത്തോ 4 റക്അത്തോ ഞാൻ ദുഹ നിസ്കരിക്കും. ഞാൻ വീട്ടിൽ ഒഴിവുള്ള ദിവസം മതി, 9:30 മുതൽ 11:30 11:45 വരെ സമയം 2 റക്അത്ത് മതി. അത് ഞാൻ ഇൻഷാ അല്ലാഹ് തീരുമാനിച്ചാൽ ഞാൻ ഇടക്ക് 12 റക്അത്ത് ദുഹ, പിന്നെ 2 മാസമല്ല, പിന്നെ 8 റക്അത്ത് എന്നതിനേക്കാളും പടച്ചോന്റെ പക്കൽ ഇഷ്ടതാണ്. പക്ഷെ നമ്മൾ തീരുമാനിക്കണം. ഇന്നെക്കൊണ്ട് കഴിഞ്ഞത് എന്താണോ ഞാനത് തീരുമാനിക്കുക. എല്ലാ വെള്ളിയാഴ്ചയാണോ ഞാൻ വീട്ടിലുണ്ടാകുക, അന്നാകുക. എല്ലാ ഞായറാഴ്ചയാണോ അന്നാകുക.
ഞാൻ എന്റെ മാസത്തിൽ ഞാൻ തീരുമാനിക്കാം, മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു 100 റുപ്യ അള്ളാന്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കും. നമ്മൾ 100 റുപ്യ കൊടുക്കാത്തവരല്ലോ പറഞ്ഞത്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ മാസം 100 രൂപ കൊടുത്തു, അതാണ് തുടർച്ചയായ പ്രവർത്തനം. കഴിഞ്ഞ മാസം ഞാൻ കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളത് മനസ്സിലെ ബേജാറായിട്ട് വരണം. അങ്ങനെ എന്നെ കൊണ്ട് ദിവസത്തിൽ, ആഴ്ചയിൽ, മാസത്തിൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി പോവുക എന്ന് ഞാൻ തീരുമാനിച്ചാൽ വർഷത്തിലാകെ 12 ആളുകളെ സന്ദർശിക്കാണ്. പക്ഷെ അത് അള്ളാഹുവിന് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമായി അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നതാണ്. കാരണം അയാൾ അള്ളാഹിനെ ഓർക്കണു, ആ പ്രവർത്തനത്തിന് തുടർച്ചയുണ്ടാകുന്നു, അതിന് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഇഷ്ടമുണ്ടാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിസ്കാരത്തെ പറ്റി പറഞ്ഞെടുത്ത പോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക പറഞ്ഞ് സുന്നത്ത് നിസ്കാരത്തെ പറ്റിയിട്ട് അഹബ്ബു സ്വലാത്തി ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്ക് ഇഷ്ടപ്പെട്ട നിസ്കാരം മാ ദുവിമ അലൈഹി വഇൻ ഖല്ലത്, കുറച്ചാണെങ്കിലും തുടർച്ചയായി ചെയ്യണ സുന്നത്ത് നിസ്കാരാണ് പ്രവാചകന് ഇഷ്ടപ്പെട്ടത്. ഒരാൾ മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത് ഇൻഷാ അല്ലാഹ് ആയുസ്സും ആരോഗ്യമുള്ള സമയത്തൊക്കെ ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കുമെന്ന് തീരുമാനിക്കുന്നതാണ്. ഇടക്കിടക്ക് ഒഴിവാക്കുന്നതും ഇടക്കിടക്ക് ബാക്കിയുള്ള എല്ലാ വക്തിന്റെ കൂടെ നിസ്കരിക്കണേക്കാളും പടച്ചോനിഷ്ടം. ഇതിന്റെ അർത്ഥം ബാക്കിയുള്ളത് ഒഴിവാക്കണം എന്നല്ലട്ടോ. നമ്മൾക്ക് ദിവസമോ ആഴ്ചയിലോ മാസത്തിലോ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങൾക്ക് നമ്മളൊരു തുടർച്ച ഉണ്ടാക്കണം. അതിന് പ്ലാനിങ് ഉണ്ടാകണം, അതിന് ആലോചന ഉണ്ടാകണം. അതിനാണ് ദീൻ എന്ന് പറയാം. അതിനാണ് ദീൻ എന്ന് പറയാം. അപ്പൊ ഞാൻ ആലോചിക്കും, ഇന്നെ കൊണ്ട് കഴിഞ്ഞാൽ എന്താണ്? 10 റുപ്യ ഒരാഴ്ചയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ? അതാണ് ഇന്നെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ അതിന് ഞാൻ പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാനിനാണ് സ്വർഗം എന്ന് പറയാം. ഒന്ന്, അള്ളാഹിന്റെ പ്രവാചകന്റെ ഇഷ്ടം ഉണ്ടാവും. രണ്ടാമത്തെ എന്താ പറയുക, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നൊരു പ്രശ്നം എന്താ അറിയോ? നമ്മൾ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളാകാം, കൂട്ടുകെട്ടാകാം, പരിതസ്ഥിതിയാകാം, ഒക്കെ ആകാം, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഹറാമുകളും തെറ്റുകളും വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കെന്താ അറിയോ? വമാ യസാലു അബ്ദി, അള്ളാഹു നേരിട്ട് പറയുന്ന ഹദീസാണ്, ഖുദ്സിയായ ഹദീസാണ്. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു, ഒരാൾ സുന്നത്തായ കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എന്നോട് അടുത്ത് വരികയാണ് എങ്കിൽ ഫഇദാ അഹബബ്തഹു, ഞാൻ അയാളെ ഇഷ്ടപ്പെടും. ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ സംഭവിക്കറിയോ? കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, ഞാൻ അവന്റെ ചെവിയാകും. ശരിക്കും കേൾക്കാൻ കേട്ടോ, അല്ലാഹു പറയാൻ, ഞാൻ അവന്റെ ചെവിയാകും. അടുത്തത് വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, ഞാൻ അവന്റെ കണ്ണാകും. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ നാട്ടിലെ സൂഫികൾ പറയും അനല്ലാ, ഞാനാണ് അള്ളാഹ് എന്ന് പറഞ്ഞ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ല, ഞാൻ അവന്റെ ചെവിയാകും, ഞാൻ അവന്റെ കണ്ണാകും, ഞാൻ അവന്റെ കൈയാകും എന്ന് പറഞ്ഞാൽ പിന്നെ ആ ചെവിയിലൂടെ നല്ലത് കേൾക്കുവാനുള്ള സാഹചര്യം അള്ളാഹ് ഒരുക്കി തരും. പിന്നെ ആ കണ്ണിലൂടെ ഹറാമ് കാണാതിരിക്കാനുള്ള സാഹചര്യം അള്ളാഹ് ഉണ്ടാക്കി തരും. പിന്നെ ആ കൈയിലൂടെ പടച്ചോൻ ഇഷ്ടല്ലാത്ത സമ്പത്ത് കയറാത്ത വിധം അള്ളാഹു നമ്മൾക്ക് പ്രൊട്ടക്ഷൻ നൽകും. പിന്നെ ആ കാലുകൊണ്ട് അള്ളാഹു നിരോധിച്ച മേഖലകളിലേക്ക് പോകാതിരിക്കാൻ അള്ളാഹു നമ്മുടെ കാലുകൾക്ക് ബലം നൽകും. ഇതാണ് നമ്മൾ അള്ളാഹുവിലേക്ക് ആവർത്തിച്ച് ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ കൊണ്ടെടുത്താൽ അള്ളാഹു നമ്മളോട് പറയാൻ, നിന്റെ കണ്ണിനെയും കാതിനെയും കയ്യിനെയും ശരീരത്തെയും ഞാൻ തെറ്റിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള പ്രൊട്ടക്ഷൻ ഞാൻ നൽകും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്, നമ്മളവിടെ എത്തുമ്പോഴേക്കും നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത എല്ലാ തോന്നിയാസം അവിടെ ഉണ്ട് വെക്കുക. പടച്ചോൻ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബ്ലോക്കിൽ പെടുത്തും. നമ്മളവിടെ എത്തുമ്പോഴേക്കും ആ തോന്നിയാസം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളോട് പറയും, എടാ ഇവിടെ വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് കണ്ണുപൊത്തി നിൽക്കേണ്ടി വരും. അള്ളാഹ് നമ്മളെ കാക്കുകയാണ്. ഇതാണ് പടച്ചോന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇതാണ് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ. ചില സ്ഥലത്ത് നമ്മളെ മക്കളെ ചേർക്കാൻ വേണ്ടി പോവുകയാണ്, നമ്മളൊക്കെ കിട്ടിയെന്ന് ഉറപ്പിച്ചു കൊടുത്തുനിന്ന് പടച്ചോൻ എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒരു ഒപ്പ് മറന്നുകൊണ്ടോ നമ്മൾ അധ്വാനിച്ചതാട്ടോ. പക്ഷെ എന്തോ ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മളെ അവിടുന്ന് പടച്ച തമ്പുരാൻ നമ്മളെ തടസ്സപ്പെടുത്തി. പിന്നീടാണ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അവിടെ പഠിക്കുന്ന കുട്ടികളിൽ ഇന്ന സ്വഭാവമുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ കൂടുതൽ. ഇതൊന്നും ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല. അള്ളാഹ് നമ്മളെ സംരക്ഷിച്ചതാണ്. ഈ സംരക്ഷണം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ അനുഗ്രഹം എന്താ കൂട്ടരെ? നമ്മുടെ കുട്ടിന്റെ ഒരു കല്യാണമായിട്ട് ഇങ്ങനെ പോവുകയാണ്, എല്ലാരും പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് തോന്നി കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ തട്ടിമുട്ടി ലാസ്റ്റ് മുടങ്ങി, നമുക്ക് സങ്കടമൊക്കെ ഉണ്ടായി. പിന്നെ അറിഞ്ഞത് എന്ത്, അവൻ പോക്കേനിട്ടോ 2-3 ബന്ധങ്ങളൊക്കെ ഓനുണ്ടേനിട്ടോ,
എല്ലാരും ഒളിപ്പിച്ചു വെച്ചതാട്ടോ, ഇപ്പം രണ്ടാമത് കല്യാണം കഴിച്ച വീണ്ടും ഡൈവേഴ്സ് അയക്കണട്ടോ. അപ്പൊ നമ്മളെ മനസ്സിൽ അൽഹംദുലില്ലാ എന്ന് പറയില്ലേ, ആ വാക്ക അല്ലാഹ് പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിന്റെ സംരക്ഷണം, ഹറാമെന്ന് മാറി നിൽക്കാൻ നമ്മൾക്ക് അല്ലാഹ് നൽകുവാൻ അല്ലാഹ് പറഞ്ഞ വാക്കാണ്. നിങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദിവസത്തിൽ, ആഴ്ചയിൽ, മാസത്തിൽ, 6 മാസത്തിലൊരിക്കൽ അവനവന്റെ സമ്പത്തും അവനവന്റെ കഴിവും അവനവന്റെ ഒഴിവും വെച്ചിട്ട് ചില പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാൻ നിയ്യത്ത് വെക്കൂ. ബാക്കി അള്ളാഹു നോക്കും. ഇതാണ് രണ്ടാമത്തെ. തെറ്റെന്ന് മാറിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് തരും. മൂന്നാമത്തേത് എന്താ രസങ്ങളെ? മൂന്നാമത്തത്, ഫർളിൽ വരുന്ന അപാകതകൾ അള്ളാഹു ഇതുവഴി നമ്മളിൽ നികത്തും. അള്ളാഹുവിനോട് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഫർള് എന്ന് പറഞ്ഞാൽ. അതിൽ അപാകത പറ്റിയാൽ ശിക്ഷയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിസ്കാരത്തിൽ ഒരാൾ കൽപ്പിച്ചുകൂട്ടി ഒഴിവാക്കിയ ശിക്ഷയാണ്. റമളാനിലെ നോമ്പ് ഫർളാണ്, ആരോഗ്യമൊക്കെ ഉണ്ടായിട്ട് അയാൾ കൽപ്പിച്ചുകൂട്ടി ഒഴിവാക്കിയ ശിക്ഷയാണ്. അതാണ് ഫർളിന്റെ വിധി. എന്നാൽ നമ്മുടെ അറിവില്ലായ്മ മൂലമോ അശ്രദ്ധ മൂലമോ നമ്മുടെ ജീവിതത്തിൽ ഗൗരവമായി കാണാത്തത് മൂലമോ ഫർളുകളിൽ എന്തെങ്കിലും പോരായ്മ പറ്റിയാൽ ഇങ്ങനെ തുടർച്ചയായി സുന്നത്തുകൾ, കർമ്മങ്ങൾ ആവർത്തിച്ച് കഴിവിന്റെ പരമാവധി ചെയ്യുന്ന ഒരാൾക്ക് അല്ലാഹു എന്ത് അറിയോ, ഇതുവഴി ഫർളിന്റെ പോരായ്മ അല്ലാഹ് പരിഹരിക്കും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവായിട്ട് പറഞ്ഞ വാചകം ഏതറിയോ? ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരത്തെ. ഹദീസ് തുടങ്ങണ എങ്ങനെ അറിയോ? ഇന്ന അവ്വല മാ യുഹാസബു അന്നാസു ബിഹി യൗമൽ ഖിയാമ മിൻ അഅമാലി സ്വലാ. പരലോകത്ത് തൗഹീദുള്ള ഒരു മനുഷ്യൻ അല്ലാഹ് കൊണ്ടുവരും. നമ്മൾ എന്നും കേൾക്കുന്ന ഹദീസാണ്, നിസ്കാരം അല്ലാഹു കീറി പരിശോധിക്കും. ഫർളായ നിസ്കാരം. ആ സമയത്ത് അല്ലാഹ് മലക്കുകളോട് പരിശോധിക്കാൻ വേണ്ടി പറയുന്ന ഭാഗം ഏതറിയോ? ഉള്ളുറു, ശരിക്ക് കേൾക്കണം കേട്ടോ. ഉള്ളുറു ഫീ സ്വലാത്തി അബ്ദി അതമ്മഹാ ഔ നഖ്സഹാ. ആ നിസ്കാരം കംപ്ലീറ്റ് ആണോ അല്ല അതിലെന്തെങ്കിലും പോരായ്മ വന്നിക്കണോ എന്ന് നോക്കൂ. പടച്ചോൻ പറഞ്ഞ നീയത്ത് തന്നെയാണ് നിസ്കരിക്കുന്നത്. ആൾക്കാരെ കാണുന്ന നീയത്ത് വ്യത്യാസം വന്നിക്കണോ? അവനാന്റെ ജീവിതത്തിൽ ഒന്നുണ്ടാക്കിനോടത്ത് സൂക്ഷ്മത പുലർത്താൻ നിസ്കരിച്ചിക്കണോ? നിസ്കാരത്തിൽ അങ്ങേയറ്റം അലസമായി അശ്രദ്ധമായി കൂലി നഷ്ടപ്പെടുന്ന രൂപത്തിൽ നിസ്കരിച്ചിക്കണോ എന്ന് നോക്കൂ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രഖ്യാപനം എന്താ അറിയോ? പൂർണ്ണമായ നിസ്കാരമാണെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ, ഇല്ലെങ്കിലോ അതിൽ വല്ല പോരായ്മ നേരത്തെ പറഞ്ഞ പോലെ ദിവസത്തിലോ ആഴ്ചയിലോ മാസത്തിലോ അയാളെ കൊണ്ട് കഴിയുന്ന കുറഞ്ഞതാകട്ടെ ആ പ്രവർത്തനം ആവർത്തി ചെയ്യുന്ന വല്ല സുന്നത്തുമുണ്ടോ എന്ന് നോക്കൂ. വല്ല സുന്നത്തുണ്ടോ? മാസത്തിലൊരിക്കലേ ഉമ്മാനെ കാണാൻ പോണതിൽ പെട്ടതാട്ടോ. നീയത്തുണ്ടെങ്കിൽ എല്ലാ മാസവും ഇൻഷാ അല്ലാഹ് തറവാട് വീട്ടിൽ പോയി ഉമ്മാനെ പോയി കണ്ട് ഉമ്മാന്റെ കയ്യിൽ 1000 രൂപ കൊടുത്തു വരും. അതിന്റെ നീയത്താണ്. ഒരു മാസത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനാണ്. ഇന്ന് ഉമ്മാനെ കണ്ടില്ല, ഇമ്മല്ല മൂത്തമ്മാനെ എളാമാനെയും പോയിട്ട് ഇന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു 1000 രൂപന്റെ കിറ്റോ 500 രൂപന്റെ ഒരു സംഗതിയോ എല്ലാ മാസവും എന്റെ കുടുംബങ്ങളൂടെ പോകുക എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 2 റക്അത്ത് സുന്നത്ത് എന്നും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ എന്താണോ നമുക്ക് കഴിയുന്നത് സോങ്ങളെ അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അമലുണ്ടോ എന്ന് നോക്കും. ഉള്ളവർക്ക്, ഈ പള്ളിയിൽ ഇരിക്കണം നമ്മളടക്കം നമ്മളിൽ ഉള്ളവർക്ക് അള്ളാഹു എന്ത് ചെയ്യുന്ന അറിയോ? ഫർളിൽ വന്ന പോരായ്മകൾ, ബോധപൂർവമല്ലാതെ വന്ന പോരായ്മകൾ ഇതുവഴി അള്ളാഹു പരിഹരിച്ചു കൊടുക്കും. അള്ളാഹു നമ്മൾക്ക് നൽകുമാറാകട്ടെ. അതിന് നമ്മളെ നീയത്ത് ഉണ്ടാകണം, ശ്രമം ഉണ്ടാകണം. അതിനാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അയാൾ ജീവിക്കാനുള്ള പദ്ധതി ഉണ്ടാകണം. ആ പദ്ധതി നമ്മൾ ആലോചിക്കണം. നമുക്കത് കിട്ടണ്ടേ, നമുക്കത് ഉണ്ടാകണ്ടേ? നമ്മൾ സാധാരണ ചോദിക്കലില്ലേ, സാധാരണ വിശ്വാസികളായ നമ്മൾ ചോദിക്കാറുണ്ട്, എന്ത്? നമ്മൾക്ക് ആരാധനകൾ ചെയ്യുമ്പം പലപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലതും നമുക്ക് ചില സമയത്ത് ഓർമ്മ വരില്ല. ഉദാഹരണമായിട്ട് പറയട്ടോ, ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ബിസ്മില്ല ചിലപ്പോ നമ്മൾ മറക്കുന്നു. നമ്മളെ പറ്റി പറയാൻ മറക്കുന്നു. ഈ ബിസ്മി ഓർത്താലും അൽഹംദുലില്ലാ എന്ന് ചിലപ്പോൾ പറയാൻ നമ്മൾ മറക്കണു. തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചതാണ്, സിമ്പിൾ വാക്കാണ്, പക്ഷെ നമ്മൾ മറക്കണു. ഒരു രോഗിനെ പോയി സന്ദർശിച്ചാൽ അയാൾക്ക് വേണ്ടി അല്ലാഹുമ്മ റബ്ബന്നാസ് ഇദ്ഹബിൽ ബൈസ എന്ന് പറയുന്ന പ്രാർത്ഥന നമുക്കറിയാം, പക്ഷെ നമ്മൾ മറക്കണു. ചിലപ്പോ അപ്പൊ ഓർമ്മ ഉണ്ടാവില്ല, കഴിഞ്ഞിട്ടേക്കാരം പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. പള്ളി കയറുമ്പം അല്ലാഹു മഫ്തഹിൽ അബ്വാബ റഹ്മത്തി നമുക്കറിയാം, ചിലപ്പോൾ പള്ളിമ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അവിടെ നോക്കി പ്രാർത്ഥിക്കാൻ ഓർമ്മ കിട്ടുന്നില്ല. ഇത് ഉണ്ടാകലുണ്ട്. കല്യാണ വീട്ടിൽ പോയി ബാറക്കല്ലാഹു ലക്കുമാ നമ്മൾ എന്നോ പഠിച്ചതാണ്, പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ട്
അവസാനത്തെ ഒരു 4-5 കല്യാണത്തിന് എത്രത്തിലപ്പൊ ഞാൻ ചെല്ലിയത് ഉണ്ടാവില്ല. പക്ഷെ അതെന്താ അറിയോ, അതൊരു തൗഫീഖ് കുറവാണ്, അതൊരു തൗഫീഖിന്റെ കുറവാണ്. ആ സമയത്ത് അത് ഓർക്കുക എന്നത് അള്ളാഹു നൽകേണ്ട തൗഫീഖാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹലിൽ ഒരു രോഗിനെ കാണാൻ വേണ്ടി ഒരു 10 ആള് പോവുകയാണ്. അതിൽ ചിലപ്പം 9 ആളും പോയി കൈയെടുത്താണ്ട് ഞാൻ പോരാന്ന് പറയുമ്പം ഒരാൾ വന്നിട്ട് കൈയെടുത്ത് പോരാൻ നേരത്ത് അല്ലാഹുമ്മ റബ്ബന്നാസ് ഇദ്ഹബിൽ ബസ്സാന്ന് പ്രാർത്ഥിച്ച് മുഖങ്ങനെ തടവി ഞാൻ പോയി വരട്ടോ എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് രണ്ട് വ്യത്യാസമല്ലേ? ഈ അവസാനത്തെ ആൾക്കത് പറയാൻ പടച്ചോന്റെ ഒരു തൗഫീഖ് ഉണ്ടാകണം. ആ തൗഫീഖാണ് അള്ളാഹു എന്ത് പറഞ്ഞറിയോ, ആവർത്തിച്ച് അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അമലുകൾ തുടർച്ചയായി ചെയ്യുന്നവന് ഇങ്ങനെ ഓർക്കാനുള്ള തൗഫീഖ് ഞാൻ നൽകുന്നു. എന്താണ് അള്ളാന്റെ കരാറ്? ഇങ്ങനെ ഓർക്കാൻ. അവനാന്റെ കുട്ടിനെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞേക്കാൻ നേരത്ത് മോളെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മോളെ ഇൻഷാ അല്ലാഹ് നല്ല കുട്ടിയായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിക്കാഹിരിക്കണട്ടോ എന്ന് പറയാൻ ആ സമയത്ത് അള്ളാഹു ഓർമ്മിപ്പിക്കും. ഞാനൊരു യുവാവാണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ ഒറ്റ ദിവസമേ നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്ന ഒരു ആദ്യത്തെ രാത്രി ഉണ്ടാവുള്ളൂ. അന്ന് ഞാൻ എന്തെങ്കിലും ഇസ്ലാമികമായിട്ട് ചെയ്യണോ എന്ന് 2 ദിവസം മുന്നേ ഒരു ഉസ്താദിനോട് വിളിച്ചു ചോദിക്കാൻ അള്ളാഹു മനസ്സിൽ തോന്നിപ്പിക്കും. ആർക്ക്? ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നവർക്ക്. അതാണ് ഖുർആൻ പറഞ്ഞത്, വല്ലദീന ജാഹദു ഫീനാ, നമ്മളിൽ അള്ളാഹുവിനോട് ആരാധനകൾ കൊണ്ട് കൂടുതൽ സമരം ചെയ്ത് മുന്നോട്ട് വരുന്ന ആളുകൾ, ഫലനഹ്ദിയന്നഹും സുബുലനാ, അവരെ ഞാൻ ഈ ദീനിന്റെ മാർഗത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരും. ഫഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അങ്ങനെ ജീവിക്കുന്നവരെ പടച്ചോൻ ഇഷ്ടാണ്. നമ്മൾക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ഓർമ്മ ഉണ്ടാക്കും. അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ പള്ളിയിൽ കയറുമ്പോൾ ഓർമ്മിപ്പിക്കും പടച്ചോൻ. പ്രാർത്ഥന ചൊല്ലണം കേട്ടോ, ഓർമ്മിപ്പിക്കും. ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബാങ്കിന് മുഴുവനായിട്ട് ഉത്തരം പറയാൻ ചിലപ്പോൾ കഴിയില്ലെങ്കിലും വാഹനം ഇങ്ങനെ ഓടിക്കുമ്പോൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോൾ ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള ദുആ നമ്മളെ കൊണ്ട് പടച്ചതമ്പൻ ഓർമ്മിപ്പിക്കും. ചൊല്ലണമല്ലോ എന്ന് ഓർമ്മിപ്പിക്കും, ചൊല്ലണമല്ലോ എന്ന് ഓർമ്മിപ്പിക്കും. നമ്മൾ ഇവിടുന്ന് ഗൾഫിലേക്ക് യാത്ര പോകുമ്പോൾ ഡേറ്റുകൾ നിശ്ചയിക്കുമ്പോൾ പടച്ചോനെ ആ ഡേറ്റ് ഒന്ന് മാറ്റിയാൽ നോമ്പ് നാട്ടിൽ കൂടി പോകാമല്ലോ എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കും. ഇതാണ് അള്ളാഹു നമ്മളോട് ആരാധനകൾ തുടർച്ചയായി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ അള്ളാഹു നൽകാമെന്ന് പറയുന്ന മഹനീയമായ സവിശേഷത 2 കൂടിയുണ്ട്. ഒന്ന് അഞ്ചാമത്തത് എന്താ അറിയോ? അഞ്ചാമത്തത്, നമ്മുടെ ജീവിതത്തിൽ അമലുകൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലും നമ്മൾ നിലനിർത്തിയ ഇബാദത്തിന് പടച്ചോൻ കൂലി തന്നുകൊണ്ടേയിരിക്കും. എത്രയോ വട്ടം നമ്മൾ കേട്ട ഹദീസാണ്, എത്രയോ വട്ടം കേട്ട ഹദീസാണ് പ്രവാചകന്റെ വാക്ക്, ഇദാ മരിദൽ അബ്ദ്, നമുക്ക് രോഗായി, ഔ സാഫറ, നമ്മൾ യാത്രയിലാണ്, കതബ ലഹു മിൻ അമലിൻ മാ കാന യഅമലു വഹുവ സ്വഹീഹുൻ മുഖീം. നമ്മുടെ നാട്ടില് എല്ലാ ദിവസവും ഏതെങ്കിലും ഇതുപോലെ റവാത്തീബ് സുന്നത്തുകൾ നിർവഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു ദിവസം ഉറങ്ങണീന് മുന്ന് 10 ആയത്ത് ഖുർആൻ സ്ഥിരമായിട്ട് ഓതുന്ന ഒരാളാണെങ്കിൽ, ളുഹ നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ വ്യാഴാഴ്ച തിങ്കളാഴ്ച ഏതെങ്കിലും ഒരു നോമ്പ് എടുക്കുന്ന ഒരാളാണെങ്കിൽ, മാസത്തിലൊരിക്കൽ കുടുംബ സന്ദർശനങ്ങളോ പാവങ്ങൾക്കൊരു കിറ്റോ എന്താണ് നമ്മളെ കൊണ്ട് പറ്റുന്നത് അത് നിലനിർത്തിപ്പോണ ഒരാളാണെങ്കിൽ, നമ്മള് 5 വർഷം കോമാ സ്റ്റേജിൽ കടന്നാലും അള്ളാഹു 5 കൊല്ലവും ഓരോ ദിവസത്തിലും ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്ത കൂലി ഇങ്ങനെ രേഖപ്പെടുത്തും. നമ്മൾ ആശുപത്രിയിൽ നിന്നും വീട്ടിൽ നിന്നും തല പൊന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അക്കൗണ്ടിലേക്ക് അള്ള കൂലി എഴുതും. ആർക്കാണ്ടാകുക രസങ്ങളെ? ഇടക്കിടക്ക് ചെയ്യണോനല്ല, സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്. നമ്മൾ ഇവിടുന്ന് ബിസിനസ് ആവശ്യത്തിന് മഹാരാഷ്ട്രയ്ക്ക് 4 ദിവസത്തിന് ട്രെയിനിൽ പോകാൻ യാത്രയിലാണ്. ആ യാത്രയിൽ ട്രെയിനിൽ സ്ലീപ്പർ കോച്ചിൽ നമ്മൾ ഇരിക്കുമ്പം അള്ളാഹു നമ്മൾ നോൽക്കുന്ന നോമ്പിന്റെ കൂലിങ്ങനെ എഴുതി വെക്കും, നമ്മുടെ തഹിയ്യത്തിന്റെ കൂലിങ്ങനെ എഴുതി വെക്കും. എപ്പോൾ? യുവാക്കളെ, ഉമ്മാരെ, വാപ്പാരെ, എപ്പോന്നറിയോ? നമ്മൾ ഈ പറഞ്ഞ പോലെ ആവർത്തിച്ച് ഇബാദത്ത് ചെയ്യുമ്പോ, അവനവന്റെ ജീവിതത്തിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആശുപത്രിയിലോ അവനവന്റെ ജീവിതത്തിൽ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടുന്ന് 1 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ, ആ 1 മാസം ഉമ്മമാരെ നിങ്ങൾക്ക് ആ ഇബാദത്ത് ചെയ്യാതെ തന്നെ പടച്ചോൻ ചെയ്ത കൂലി തരും. എന്തിനേറെ എന്നറിയോ? എന്തിനേറെ നിങ്ങൾക്കറിയോ സോങ്ങളെ? സുബഹി നിസ്കാരത്തിന് ശേഷം ഈ പള്ളിയിലിരിക്കുന്ന 2 കൂട്ടർ, ഒരു വിഭാഗത്തിന് 2 ഇബാദത്ത് ചെയ്യാം. ഒന്ന്, തഹജ്ജുദ് രാത്രി സ്ഥിരം നിസ്കരിക്കുന്ന ഒരാള് ഒരു ദിവസം മറന്നുപോയി, അയാൾക്ക് സുബഹിക്ക് ശേഷം ലോറിന്റെ അടക്കം നിസ്കരിക്കാം.
ആർക്കെന്നറിയോ നിങ്ങളെ? സ്ഥിരം ചെയ്യണാക്ക്. പ്രവാചകന്റെ ഹദീസാണ്. സുബൈന്റെ മുന്നത്തെ 2 റക്അത്ത് ഒരാൾ സ്ഥിരം വന്ന് പള്ളിക്ക് നിസ്കരിക്കും. അയാൾ അന്ന് വന്നപ്പോ ജമാഅത്ത് തുടങ്ങിക്കണം. അയാൾക്ക് സുബൈക്ക് ശേഷം ആ 2 റക്അത്ത് നിസ്കരിക്കാം. അയാൾക്ക് സ്ഥിരം ചെയ്യുന്ന ആൾക്ക് പ്രവാചകന്റെ വാക്കാണ്, ഒരാൾ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു, നേരം വൈകി, സുബഹിന്റെ ളുഹറിന്റെ ഇടക്ക് അയാൾ രാത്രി എന്നും ഖുർആൻ ഓതുന്ന ഒരാൾ അന്ന് ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, രാത്രി എന്നും പടച്ചോന്റെ മുന്നിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാള് അന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, എന്നും സുബഹിന്റെ മുന്നിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാള് അന്ന് ജമാഅത്ത് തുടങ്ങിയിരിക്കണമെങ്കിൽ എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാ? ളുഹറിന്റെ മുന്നായിട്ട് ഈ ഇബാദത്തുകൾ ചെയ്യാം. എങ്കിൽ അള്ളാഹ് എഴുതി വെക്കുക എങ്ങനെ അറിയോ? കുത്തിബ ലഹു, അള്ളാഹു എഴുതി വെക്കുക, കഅന്നമാ ഖറഅതു മിനൽ ലൈലി, അയാൾ രാത്രി നിസ്കരിച്ചവനെ പോലെയാണ്. അതാർക്കാ കിട്ടുക? സ്ഥിരം ചെയ്യുന്ന ഒരാൾക്കാ കിട്ടുക. അപ്പൊ നമ്മൾക്ക് അങ്ങനത്തെ ഒരു ഇബാദത്ത് ഉണ്ടാകണം. നമ്മൾ ആശുപത്രിയിലും വീട്ടിലും യാത്രയിലുമാകുമ്പോഴും അള്ളാഹു നമ്മൾക്ക് കൂലി തരുന്ന ഏറ്റവും അവസാനത്തെ എന്താ അറിയോ? ദുരന്തങ്ങളിലും പ്രയാസങ്ങളിലും അള്ളാഹുവിന്റെ മുന്നിൽ ചെറുതാണെങ്കിലും ആവർത്തിച്ച് ചെയ്യുന്ന ഇബാദത്ത് ചെയ്യുന്നവന് അള്ളാഹുവിന്റെ സഹായം പെട്ടെന്നുണ്ടാകും. യൂനുസ് നബി കപ്പലിൽ നിന്ന് താഴേക്ക് വീണ് ചാടി മത്സ്യം വിഴുങ്ങിയ സമയത്ത് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ടൊരു വാക്ക് പറഞ്ഞു. എന്താ വാക്കെന്നറിയോ? ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബഹീൻ, അദ്ദേഹം സ്ഥിരമായി തസ്ബീഹ് ചൊല്ലുന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരാളായിരുന്നില്ലെങ്കിൽ, യൂനുസ് നബി അങ്ങനെയായിരുന്നു കേട്ടോ, അങ്ങനത്തെ ഒരാളായിരുന്നില്ലെങ്കിൽ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമിൻ യുബ്അതൂൻ, അന്ത്യനാൾ വരെ യൂനുസ് നബിയെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ ഞാൻ കിടത്തുമായിരുന്നു. ഞാൻ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയത്, പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അദ്ദേഹം ആവർത്തിച്ച് ദിക്റുകൾ ചൊല്ലുന്ന ഒരാളായത് കൊണ്ടാണ് എന്നാണ്. സഹോദരങ്ങളെ, എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഒന്ന്, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഇഷ്ടം ഉണ്ടാകും. 2, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാൻ പടച്ച തമ്പുരാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. 3-ാമത്തേത്, അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഓർത്തു ചെയ്യുവാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും. 4-ാമത്തേത്, അവനവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും അസുഖമായോ യാത്രയായിട്ടോ നമ്മൾ പോവുകയാണെങ്കിലും അതേ സമയത്തും നമ്മൾ ഇബാദത്ത് ചെയ്തതിന്റെ കൂലുണ്ടാകും. 5-ാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ ഫർളിന് എന്തെങ്കിലും പോരായ്മകൾ പറ്റിയാൽ ഈ ആവർത്തി ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ കൊണ്ട് അല്ലാഹു അത് പരിഹരിക്കും. ഏറ്റവും അവസാനം, ദുരന്തങ്ങളിൽ പ്രയാസങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ആവർത്തിച്ച് ഇബാദത്ത് ചെയ്യുന്ന ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഏറ്റവും കൂടുതൽ ഉത്തരം നൽകും എന്ന് മാത്രമല്ല, പ്രവാചകന്റെ ഹദീസിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: അയാൾ എന്നോട് വല്ലതും ചോദിച്ചാൽ വഇൻ സഅലനി ലഉതിയന്നഹു, ഉറപ്പായിട്ടും ഞാനത് നൽകും. വലഇൻ ഇസ്തആദനി ലഉദിയന്നഹു, അയാൾ എന്നോട് സഹായം ചോദിക്കാണ്, ഇസ്തിഗ്ഫാർ ചോദിക്കാണ് എങ്കിൽ ഞാൻ അയാൾക്ക് പൂർണ്ണമായും അതിൽ നിന്ന് ഞാൻ അല്ലാഹു ഉത്തരം നൽകും. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ്. ഓരോരുത്തരും വ്യക്തിപരമാണ്. ഓരോരുത്തരും പൈസ കൊണ്ടാണോ, ഇബാദത്തോണ്ടാണോ, ഒരു 10 സുബ്ഹാനല്ലാഹ് എന്നും ചൊല്ലിയിട്ട് ഉറങ്ങുന്നാണോ, എന്താണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് ആ തീരുമാനം എടുത്തിട്ട് വേണം പള്ളിക്കൊന്ന് പോകാൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സ്വർഗം കിട്ടുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു ഓരോരോ അവസരങ്ങൾ നമുക്ക് തരും. ഇപ്പൊ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവസരമാണല്ലോ. റമദാൻ അവസരമാണ്, മുഹറം നോമ്പ് അവസരമാണ്, അറഫ നോമ്പ് അവസരമാണ്. ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവനാണ് സത്യത്തിൽ വിശ്വാസി. അവസരങ്ങൾ ഉപയോഗപ്പെടുത്താത്തവനാണ് അവസാനം മരിക്കാൻ നേരത്ത് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ കുറച്ചും കൂടി എനിക്ക് ആയുസ് തന്നാൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വതക്കൊക്കെ കൊടുത്ത് നല്ലോനാകാം എന്ന് അവസാനം കരയുന്നത് അള്ളാഹു നൽകിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താത്തവനാണ്. അപ്പൊ നമ്മള് ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്
നമ്മുടെ മഹല്ലിലെ 3 പള്ളികളുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. നമ്മുടെ ചെറിയ പള്ളിയുടെ പണി മുഴുവൻ പൂർത്തിയായി അൽഹംദുലില്ലാ. നമ്മുടെ പള്ളിയുടെ സ്ത്രീകളുടെ ഭാഗത്തെ പണികൾ ഏകദേശം പൂർത്തിയായി. ഇനിയും കുറച്ച് ഭാഗങ്ങൾ പൂർത്തിയാകാനുണ്ട്. ജമാലങ്ങാടിയിലെ പള്ളി നമ്മളെല്ലാവരും, നമ്മുടെ മഹല്ലാണ്, നമ്മുടെ പള്ളിയാണ്, പോയി നോക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മുകൾ ഭാഗത്തേക്കും ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഏറ്റവും സൗകര്യപൂർവ്വം നിർവഹിക്കുവാനുള്ള മുഴുവൻ അവസ്ഥയിലേക്ക് അത് എത്തിക്കണം. ഇനി നമ്മൾക്ക് കുറച്ചുകൂടി ഇപ്പം നമ്മൾ നിലവിലുള്ള ആളുകൾ തന്നിട്ടുള്ള, നമ്മൾ സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ സാമ്പത്തികമായി അവസാനിച്ചു. സഹോദരങ്ങളെ, കുറച്ചുകൂടി നമ്മൾക്ക് സമ്പത്ത് ആവശ്യമാണ്. നമ്മുടെ മഹല്ല നിലവിൽ എഴുതിയ ആളുകൾ അവർ പൂർണ്ണമായും കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാത്തവർ, പുതിയ കച്ചവടക്കാർ, യുവാക്കളായ ബിസിനസ്സുകാർ, ഗൾഫിലുള്ള നല്ലവരായ സഹോദരങ്ങൾ, നമ്മുടെ മഹല്ലിലുള്ളൊരു പള്ളിയാണ്. ഇൻഷാ അല്ലാഹ് അത് ജുമഅത്ത് പള്ളിയാക്കി മാറ്റാനാണ് പ്ലാൻ. ഇൻഷാ അല്ലാഹ് ജുമഅ നടക്കുന്ന പള്ളിയാക്കിയിട്ട് മാറ്റാനാണ് പ്ലാൻ. അഥവാ ഇതേപോലെ പള്ളിയിൽ വന്ന് ഖുത്ബ കേട്ട് ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കണ പൈസ കൊണ്ട് ആകാശവും ഭൂമിയും അതിനുള്ളത് മുഴുവനും ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ ത്രാസിൽ വെക്കുകയും ഒരാളെ ഹിദായത്തിലാക്കിയതിന്റെ കൂലി മറുഭാഗത്ത് വെക്കുകയും ചെയ്താൽ അതിനാണ് ഖനം തൂങ്ങുക എന്ന് പറഞ്ഞ പുണ്യം കിട്ടുന്ന ഓരോ വക്ത് നിസ്കാരത്തിനും 27 ഇരട്ടി ഓരോരുത്തരുടെയും കൂലി മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്ക് കിട്ടുന്ന, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ബിസിനസ്സിന് സ്ഥലം ഉണ്ടാക്കാനും റൂം ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ അവനവന്റെ ഖബറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റായി നിക്ഷേപിക്കുവാൻ നമ്മുടെ പള്ളികൾക്ക് വേണ്ടി, നമ്മുടെ മഹല്ലിന്റെ പള്ളിക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ശക്തമായി നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു വിഹിതം എന്ന രൂപത്തിൽ തീരുമാനമെടുത്തു പോകണം. നമ്മുടെ നാട്ടിൽ പല സംസാരം ഉണ്ടാവും, കമ്മിറ്റിയിൽ ഉണ്ടാവുമല്ലോ, ഞാൻ നേർക്കുന്നതിനെ പറയട്ടോ, അവിടുന്ന് ഉണ്ടാവുമല്ലോ, ഇവിടെ ഇതൊക്കെ നമ്മൾ ഉണ്ടാകാം. ഞാനില്ലെങ്കിൽ ഖത്തീബില്ലെങ്കിലും ഖുത്ബ നടക്കൂലേ? നടക്കും. നമ്മളില്ലെങ്കിൽ പള്ളി നിറയില്ലേ? പള്ളി നിറയും. നമ്മളിഞ്ഞ് കൊടുത്തില്ല, പള്ളിപ്പണി നടക്കൂല? നടക്കും, ഒക്കെ നടക്കും. നമ്മളില്ലെങ്കിൽ ഇവിടെ ദുനിയാവിൽ ഒന്നും മുടങ്ങൂല. പക്ഷെ നമ്മക്കതിൽ എന്ത് റോളുണ്ട് എന്നുള്ള പ്രധാനം. നമ്മക്ക് പരലോകത്തിൽ എന്ത് കിട്ടും? ഒറ്റ ഹദീസ് പറയാൻ, നമ്മുടെ ധാരണകൾ എക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മദീന പള്ളി നീട്ടേണ്ടി വന്നു. നമ്മുടെ നാട്ടിൽ പുനർനിർമ്മാണം നീട്ടേണ്ടി വന്നു. അപ്പൊ സഹാബാക്കൾ ഇതേ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം നീട്ടുമ്പം അതിന് പൈസ കൊടുത്താൽ സാധാ പള്ളി ഗേറ്റിന്റെ പൈസ ആകുമോ? അതിനിപ്പോ ഈ കൂലി ഉണ്ടാകുമോ? അതിപ്പോ നമ്മളെ ബൈത്തുൽ മാലിൽ നിന്നൊക്കെ എടുത്താൽ പോരെ? ഇവിടെ കുറച്ച് മുതലാളിമാരൊക്കെ അല്ലേ, എന്തിനാണ്? അപ്പൊ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ആൾക്കാർക്ക് പ്രയാസമാണെങ്കിൽ ഞാൻ കേറ്റിക്കൊണ്ട്. അതിൽ ആൾക്കാർ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു പറഞ്ഞു, ഉസ്മാൻ ഈ എന്തിനാണ് എല്ലാത്തിനും ഇങ്ങനെ പള്ളിക്ക് ഇങ്ങനെ കേറ്റണ്? എന്താ ഇപ്പൊ ഇവിടെ പള്ളി കുറെ? അതിന് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞ വാക്കാണ്. അന്ന് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞ വാക്കെന്താ അറിയോ? വഇന്നി സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയിൽ നിന്ന് കേട്ടിക്കണ സഹാബാക്കളെ, യഖൂൽ, നബി പറഞ്ഞത്, മൻ ബനാ മസ്ജിദൻ, ഒരാൾ ഒരു പള്ളി നിർമ്മിക്കാൻ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാക്കെന്തറിയോ? ഒരു കുരുവിക്കൂടിന്റെ അത്രയോ അതിൽ കുറവോ ആണ് അവിടെ സ്ഥലമുള്ളെങ്കിൽ അതിൽ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി അല്ലാഹു ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന, അതുപോലെ അള്ളാഹ്ക്ക് വീടുണ്ടാക്കിയാൽ അള്ളാഹു സ്വർഗത്തിൽ നമുക്കും വീടുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പൈസ കൊടുക്കണത്, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണത്. നിങ്ങൾ അഭിപ്രായം പറഞ്ഞൊരു ഭാഗത്ത് നിന്നോളൂ. പരലോകത്ത് ഞാൻ എഴുന്നേറ്റെന്ന് പറയും, അള്ളാഹുവേ, ഞാൻ എന്റെ സ്വർഗത്തിന് വേണ്ടി, സ്വർഗത്തൊരു വീടിന് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് നാഥ, അതെനിക്ക് വേണം എന്ന് അള്ളാഹുവിനോട് എനിക്ക് യാചിക്കാലോ. സഹോദരങ്ങളെ, നമുക്ക് അവസരം ആര് കൊടുത്തോട്ടെ, കൊടുക്കാന്നോട്ടെ. എന്റെ വീട്ടിൽ എന്റെ വാപ്പ, എന്റെ അമ്മ, എന്റെ കുടുംബമുണ്ട്, എന്റെ ഭാര്യന്റെ മക്കളുണ്ട്. ഞങ്ങളെ വിഹിതം ഒരു ജുമഅ നടക്കാൻ പോകുന്ന ഒരു പള്ളിക്ക് ഇൻഷാ അല്ലാഹ് ഉണ്ടാകണം, കരുതി വെക്കണം. നമ്മൾ തന്നെയാണ് ഇതുവരെയാക്കിയത്, ബാക്കിയും നമ്മൾ പൂർത്തീകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അമൽ സ്വാലിഹാത്തുകൾ ദിവസങ്ങളിൽ, ആഴ്ചയിൽ, മാസങ്ങളിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ തുടർച്ചയായി ചെയ്യുകയും അതുവഴി ഞങ്ങൾ കേട്ട മുഴുവൻ പുണ്യങ്ങളും കരസ്ഥമാക്കാൻ കഴിയുന്ന മഹാസൗഭാഗ്യവന്മാരിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും മുഅ്മിനായി, മുത്തഖിയായി, മുവഹിദായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയവർക്ക്
ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളിലൂടെ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നാഥ എല്ലാവർക്കും സമാധാനവും സമാശ്വാസവും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്ത് നൽകുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഗൾഫ് നാടുകളിലും വിദേശത്തും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പുണ്യകർമ്മങ്ങളിൽ ഭാഗവാക്കാകുവാൻ നാഥ ഹൃദയവിശാലതയും തഖ്വയും ഈമാനും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ നാളെ പരലോകത്ത് അള്ളാഹുവിനും പ്രവാചകനും ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ തുടർച്ചയായി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നാഥ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.